സന്ധ്യ കഴിഞ്ഞ ഈ സമയത്ത്, ഈ 7 മണി സമയത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ വാർത്ത, ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വാർത്ത, നിലമ്പൂരിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് UDFന്റെ സ്ഥാനാർത്ഥി. AICC ആ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് D. ബിനോയ് ചേരുന്നു. AICCയിൽ നിന്ന് കൃത്യമായി ഒട്ടും വൈകലില്ലാതെ KPCCയുടെ ഭാഗത്ത് നിന്ന് പോയ നിർദ്ദേശം, മറ്റാരുടെയും പേര് നൽകാതെ നൽകിയ നിർദ്ദേശം അതേപോലെ അംഗീകരിച്ചിരിക്കുന്നു. ഈ നിമിഷം മുതൽ മലപ്പുറം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് സ്ഥാനാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ട് പ്രചാരണം ആരംഭിക്കാവുന്ന അവസ്ഥ എത്തിച്ചേർന്നിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ, D. ബിനോയ്? തീർച്ചയായും നേരത്തെയുള്ള ബുള്ളറ്റിനുകളിൽ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ പ്രഖ്യാപനത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം KPCCയുടെ തീരുമാനം നൽകി 1 മണിക്കൂറിനുള്ളിൽ തന്നെ AICC സംഘടനാകാര്യത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് ഒരു പത്രക്കുറിപ്പായി KPCC അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പിച്ചിരിക്കുന്നത്. നേരത്തെയൊക്കെ തന്നെ KPCCയും ഒപ്പം തന്നെ AICC ഇതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം നമുക്കത് കാണാൻ കഴിഞ്ഞിരുന്നു. പാലക്കാടായാലും ചേലക്കരയിലായാലും ഒപ്പം ഈ പുതുപ്പള്ളിയിലുമൊക്കെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ തന്നെ വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു രീതി ഇവിടെയും KPCC ആവർത്തിച്ചിരിക്കുന്നതിന് നമുക്ക് പറയാൻ കഴിയും. കാരണം വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥിയും ഒപ്പം പ്രതിപക്ഷ നേതാവുമൊക്കെ. പ്രതിപക്ഷ നേതാവ് അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് വിജയം സുനിശ്ചിതമാണ്, ഒരു തരത്തിലുള്ള വിയോജിപ്പുകളും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല, കോൺഗ്രസ് ഒറ്റക്കെട്ടായി മത്സരരംഗത്തുണ്ടാകും, അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നും. അതേസമയം നേരത്തെ രാവിലെ മുതൽ തന്നെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് UDFന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിച്ചു നിന്ന PV അൻവർ ഉയർത്തിയ വെല്ലുവിളിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് PV അൻവർ UDFന്റെ ഭാഗമാകും എന്നൊരു വ്യക്തമായ നിർദ്ദേശം, വിവരം കൂടി അദ്ദേഹം നൽകിയിരിക്കുന്നു. എന്ന് എപ്പോൾ പ്രഖ്യാപിക്കണം എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. അത് പ്രതിപക്ഷ നേതാവ് തന്നെ അത് പ്രഖ്യാപിക്കും എന്നും പറഞ്ഞിരിക്കുന്നു. എന്തായാലും UDF മത്സരരംഗത്തേക്ക് നാളെ മുതൽ ഇറങ്ങുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളും തൊട്ടു മുമ്പേ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് വലിയ തരത്തിലെ വികസന മുരടിപ്പ് കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു. ഒപ്പം കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട 300ഓളം ആദിവാസി കുടുംബങ്ങളുണ്ട്. അവരിപ്പോഴും താൽക്കാലിക ഷെഡുകളിൽ കഴിയുന്നു. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഇന്ന് നിലമ്പൂരിലുണ്ട്. അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് തൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തൻ്റെ ലക്ഷ്യം. അത്തരത്തിൽ ആളുകളുടെ മുഴുവൻ അംഗീകാരവും ഉണ്ടാകും. ഒപ്പം മധ്യ തിരുവിതാംകൂറിൽ നിന്നും ഈ നിലമ്പൂരേക്ക് കുടിയേറിയ കർഷകരുണ്ട്. ആ കർഷക ജനതയുടെ പിന്തുണ താങ്കൾക്ക് ലഭിക്കും. അങ്ങനെ അത്തരത്തിൽ വലിയ പിന്തുണകളാണ് ഇപ്പോൾ ഇദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അതായത് ആര്യാടൻ ഷൗക്കത്ത് പ്രതീക്ഷിക്കുന്നു. ഒപ്പം കോൺഗ്രസിനും വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം ഏകദേശം 2016 വരെ 6 പ്രാവശ്യം UDF വിജയിച്ചു വന്ന മണ്ഡലമാണ് നിലമ്പൂർ. അവിടെ നിന്നും 2016 CPM PV അൻവറിനെ ഇടത് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുകൊണ്ട് പിടിച്ചെടുത്തത്. ഇവിടെ മത്സരം വരുമ്പോഴേക്കും ഈ മത്സരം തന്നെ 2 മുന്നണികൾക്കും ഒരു അവരുടേതായ അവരുടെ മതിപ്പ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ഈ നേട്ടം എന്ന് പറയുന്നത് UDFനും LDFനും അവരുടെ പ്രസ്റ്റീജ് മത്സരം കൂടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അത്തരത്തിൽ ഒരു വലിയ മത്സരത്തിലേക്ക് നിലമ്പൂരിൽ നീങ്ങുന്നു തന്നെ പറയാൻ കഴിയും. ഇനി നാളെയാണ് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് യോഗം ചേരുന്നത്. അതിനുശേഷം ഒരു